ഈ സൈക്കോകാനിസം എന്നുള്ള വേർഡിൻ്റെ അടിസ്ഥാനം ഈ പറഞ്ഞ അറ്റൻഷനാണ്. അറ്റൻഷൻ സൈക്കോകാനിസം എന്ന് പറഞ്ഞാൽ കേവലം മാനസിക പ്രവർത്തനത്താൽ വസ്തുതകളെ ചലിപ്പിക്കലാണ്. വസ്തുക്കളെയല്ല, വസ്തുതകളെ ചലിപ്പിക്കൽ. മനസ്സിൻ്റെ അപാര സാധ്യതകളെ പറ്റി സാർ മുമ്പ് സംസാരിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ മനസ്സിന് അറ്റൻഷനാണോ അതോ കോൺസെൻട്രേഷനാണോ കൂടുതൽ വേണ്ടത്? എൻ്റെ ഭാഷ അറ്റൻഷൻ ആണ് വേണ്ടതെന്നാണ്. അപ്പോൾ എന്താണ് അറ്റൻഷനും എന്താണ് കോൺസെൻട്രേഷനും, എന്താണോ തമ്മിലുള്ള വ്യത്യാസം, ഇതാണ് അറിയേണ്ടത്. കോൺസെൻട്രേഷന് വലിയൊരു എക്സാമ്പിൾ നമ്മൾ മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഒരു പനയുടെ കൂട്, അതിൻ്റെ ഉള്ളിൽ കിളിയുടെ കണ്ണിലേക്ക് അമ്പയിടും. അർജുനന് മാത്രമാണ് ഈ കോൺസെൻട്രേഷൻ കിട്ടിയത്, ഏകാഗ്രത കിട്ടിയിട്ടുള്ളത്. അറ്റൻഷൻ ശ്രദ്ധയാണ്. വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് ബോധ്യത്തിൽ വരികയും നമ്മൾ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാനോ എന്താണോ ഉപയോഗിക്കുന്നത് അത് ശ്രദ്ധയാണ്. ക്ലാസ്സിൽ ടീച്ചർ വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നല്ല പറയുക, അറ്റൻഷൻ എന്നാണ് പറയുക. എക്സാമ്പിൾ അതാണ്. അപ്പം അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ബോധവും ഒരുമിച്ച് ഒരേ രേഖയിൽ പോകുന്ന അവസ്ഥ. കോൺസെൻട്രേഷൻ്റെ സംഗതി എന്ന് വെച്ചാൽ ഇതിലേതിലെങ്കിലും ഒന്നിന് ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ് കോൺസെൻട്രേഷനാണ്. ഏകാഗ്രതയാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ എനിക്ക് ആവശ്യം എന്ന് തോന്നിയിട്ടുള്ളത് ശ്രദ്ധയാണ്, അറ്റൻഷനാണ്. കാരണം അറ്റൻഷൻ ഇല്ലെങ്കിൽ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് പോകാന്നിരിക്കുക, അയാൾ കോൺസെൻട്രേറ്റഡ് ആയി ഒരു ചുവന്ന കളർ അയാൾക്ക് ഇഷ്ടമായിരിക്കാം, അറിയാണ്ടൊരു ചുവന്ന കളർ കൊണ്ടുപോയി വണ്ടി ആക്സിഡൻ്റ് ആവും. പക്ഷേ ആ ചുവന്ന കളർ ആസ്വദിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന അറ്റൻഷനിൽ പാട്ട് കേട്ടണു. ഒരു ഡ്രൈവർക്കാണ് ഏറ്റവും കൂടുതൽ ബോധം വേണ്ടത് ഇവിടെ കൊണ്ടുവന്ന്, അയാളുടെ അറ്റൻഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 5 തരം ഇന്ദ്രിയങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് പൂർണ്ണമായിട്ട് അറ്റൻഷൻ ഉണ്ടാവുള്ളൂ. കോൺസെൻട്രേഷൻ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് മതി. ആലോചിച്ച് നോക്കുക, ശരിയാണെങ്കിൽ മാത്രം അംഗീകരിക്കുക. കണ്ണ് ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല, ഞാൻ വാശി പിടിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കണം, നിങ്ങൾക്ക് എൻ്റെ കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? എന്നെ കുത്തേണ്ടി വരും. ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ? നേരെ മറിച്ച് ഇവിടെ പെട്ടെന്നൊരു സാധനം കയറും, നിങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടു, എൻ്റെ അറ്റൻഷനിൽ അത് കണ്ട് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ ആ സാധനത്തിന് ഞാൻ മാറ്റി വയ്ക്കുന്നത് അത് എൻ്റെ അറ്റൻഷനാണ്. ബോധവാനായിരിക്കുക, ബോധവതിയായിരിക്കുക. ഇതിനെ സഹായിക്കുന്ന സംഗതി എന്താണോ അതാണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ. ബോധമില്ലാണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില സംഗതികളാണ് ചില സമയങ്ങളിൽ കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ ഒരു കാര്യമാണത്. അതായത് മദ്യമൊക്കെ തിന്നു കഴിഞ്ഞാൽ അറ്റൻഷനല്ല കൂടുതലുണ്ടാവുക, കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ഒരു പോയിന്റിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ, മനസ്സിലാവില്ല, പലപ്പോഴും കയറില്ല, എന്താ ധരിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആവശ്യം ശ്രദ്ധയാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. ശ്രദ്ധ വരുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും മനുഷ്യ മനസ്സിന്. അപ്പം ഞാനെപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിന് അപാര കഴിവുകളാണുള്ളത്. ആ കഴിവുകളിൽ ഒന്നാണ് മുമ്പ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, സൈക്കോകൈനസിസ് എന്നുള്ളൊരു വേർഡ്. ഈ സൈക്കോകൈനസിസ് എന്നുള്ളൊരു വേർഡിൻ്റെ അടിസ്ഥാനം ഈ പറഞ്ഞ അറ്റൻഷനാണ്. അറ്റൻഷൻ സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞാൽ കേവലം മാനസിക പ്രവർത്തനത്താൽ വസ്തുതകളെ ചലിപ്പിക്കലാണ്. വസ്തുക്കളെയല്ല, വസ്തുതകളെ ചലിപ്പിക്കൽ. ആ സംഗതിയിൽ ചുരുങ്ങി ചായ പിടിക്കുന്ന വികാരത്തോടുകൂടി ഒരു നൊബേൽ പ്രൈസെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മാത്രമല്ല, 10 പേർക്ക്, മൊത്തം 11 പേർക്ക് നൊബേൽ പ്രൈസ് വാങ്ങണം. 2029 ഞാൻ ജീവിച്ചിരിക്കണേ ഞാനത് ചെയ്യുമെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചെയ്തില്ല വെച്ചുകൊണ്ട് എൻ്റെ ചെറിയൊരു മോഹമാണത്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഈ സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എന്ത് സംഗതികളുണ്ടെങ്കിലും ആ സംഗതികളെ നമുക്ക് വേണ്ട കണ്ടീഷനിൽ ആക്കി കൊണ്ടുവരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പവറാണ് സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ലോകത്തിലുള്ള എന്ത് വസ്തുക്കളും നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്യാൻ പോകണം. ഈ വൃത്തികേട് ചെയ്യാൻ അയാൾ ചിന്തിച്ചിരിക്കുകയാണ്. നമ്മൾ അയാളെ കോൺസെൻട്രേറ്റ് ചെയ്യണം. എവിടെ? നമ്മുടെ ശ്രദ്ധ അയാളിലേക്ക് പതിപ്പിക്കുന്നു ആദ്യം. എന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ട് അവിടേക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്നിട്ട് അറ്റൻഷൻ പൂർണ്ണമായിട്ട് അവിടേക്ക് കൊടുക്കുന്നു. അതിൽ ശ്രദ്ധ വീണ്ടും പതിപ്പിക്കുന്നു. അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് മനസ്സിലാക്കുന്നു. അയാൾ ആ ചിന്ത ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. പിന്നത്തെ ദിവസം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനോ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അയാൾ മറന്നു പോയിട്ടുണ്ടാവും.
അത് ലോക ജനതയ്ക്ക് സമൂഹത്തിന് മൊത്തം കേടുവരുത്തുന്ന സംഗതിയാണെങ്കിൽ അത് കേടുവരുത്തണ്ട എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന സാരം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കോൺഫിഡൻസ് ഇതുവരെ പോയിട്ടില്ല ആ കാര്യത്തിന്. ഞാൻ ചിലതൊക്കെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഗൾഫിലിരിക്കുന്ന ടൈമിൽ 3.5 വയസ്സായിട്ടുള്ള അന്ന് 3.5 വയസ്സായിട്ടുണ്ടായിരുന്ന എൻ്റെ കുട്ടിയെ രാത്രി ഉറക്കത്തിന് ഞാൻ എണീപ്പിച്ചിട്ടുണ്ട്. സെൽസ് വിട്ടിട്ട് തോട്ട്സിൻ്റെ സെൽസ് വിട്ടിട്ട് എണീപ്പിച്ചിട്ടുണ്ടായി ഞാൻ, റേസ് വിട്ടിട്ട്. സാറ് പറഞ്ഞതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇതുപോലെ ഒരു ഭരണാധികാരിയുടെ തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല? ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഒരാളെ പോലെ അയാളുടെ ചിന്തകളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അവരൊക്കെ കൂടി അന്വേഷിക്കണം, അവരൊക്കെ കൂടി യോജിക്കണ്ടേ? അങ്ങനെ ഒരു യോജിപ്പിന്റെ സമയമാണ് ഞാൻ 2029 വരെ ഞാൻ ഉദ്ദേശിച്ച സംഗതി. 11 പേരെ കിട്ടണം, 10 പേരെ കിട്ടണം. എനിക്ക് വേവ് ലെങ്ത്തും കെമിസ്ട്രിയും ഈക്വൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ, ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം അവർക്ക്. അവരുടെ ജീവിതം കൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാവണമെന്ന് അവർക്ക് ചിന്തിക്കണം, നല്ല മനസ്സുണ്ടാവണം, സ്നേഹിക്കാനുള്ള പവർ ഉണ്ടാവണം. അടിസ്ഥാന സ്നേഹമാണ് ലോകത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന അവസ്ഥ. ശരി ചെയ്യാനുള്ള പ്രവണത, നന്മ വിതയ്ക്കുന്നത് ഏതോ അത് ശരി, അത് ചെയ്യാനുള്ള പ്രവണതയുള്ള 10 പേരെ വേണം. അപ്പോൾ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് മുമ്പ് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളതായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഡിക്ഷണറിയിൽ ഒരു വേർഡ് കാണുന്നു. 2024 ഇത്. എൻ്റെ 16 വയസ്സിൽ ഞാൻ ഡിക്ഷണറിയിൽ ഒരു വേർഡ് കാണുന്നു, സൈക്കോകൈനസിസ് എന്നൊരു വേർഡ് കാണുന്നു. ആ വേർഡിൻ്റെ അർത്ഥം കേവലം മാനസിക പ്രവർത്തനത്താൽ വസ്തുതകളെ ചലിപ്പിക്കൽ എന്നാണ്. അങ്ങനെ ഒരു വാക്കുണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു വസ്തുത ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും വേണമല്ലോ. ദൈവം എന്ന വാക്ക് ദൈവമല്ല, ദൈവമാണ് ദൈവം എന്ന് വിചാരിക്കുക. ആ വാക്കുണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണമല്ലോ, വേണ്ടേ? അതുപോലെ സൈക്കോകൈനസിസ് എന്നൊരു വേർഡ് കണ്ടപ്പോൾ ഞാൻ അതിനെ അന്വേഷിക്കാൻ തുടങ്ങി. എനിക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. തിരിച്ചറിവ് കൂടി വരുന്നത് ഒബ്സർവേഷനാണ് അതിൻ്റെ അടിസ്ഥാനം. ശ്രദ്ധയോടുകൂടിയുള്ള നിരീക്ഷണം, മനസ്സിലാക്കല്ലേ. ഈ സംഗതി വേറൊരാളുടെ ചിന്തകളെ, ഇപ്പം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആണ് ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് സയൻസ് പറയണേ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേസിനെ നമ്മൾ വേണ്ട ദിക്കിലേക്ക് വിട്ടിട്ട് അവിടുന്ന് വസ്തുതകളെ മാറ്റിമറിച്ച് കൊണ്ടുവരുന്ന സിസ്റ്റമാണ് സൈക്കോകൈനസിസ് എന്ന് പറയുന്ന സിസ്റ്റം. PK എന്ന് ഷോർട്ട് ഫോം പറയും, സൈക്കോകൈനസിസ്. അപ്പം അത് ഫോർ എക്സാമ്പിൾ പുരാണം എടുക്കാൻ പറ്റുമോ എന്നുള്ളതറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. സുദർശന ചക്രം എന്ന വേർഡ് കേട്ടിട്ടില്ലേ? മനസ്സിലെന്താ സുദർശന ചക്രം? വെപ്പൺ, ഒരായുധമാണ്. സത്യത്തിൽ ആ ആയുധത്തിന്റെ പേരെന്താ? സുദർശന ചക്രമാണ്. നല്ലത് കാണുന്ന ചക്രം, അല്ലാണ്ട് തല കൊയ്യുന്ന ചക്രം എന്നല്ല എഴുതി വെച്ചിരിക്കണേ. അതിലെഴുതി വെച്ചിരിക്കുന്നത് നല്ലത് കാണുന്ന ചക്രം. നല്ലത് കാണാൻ എന്തിനു പറ്റും? ഉൾക്കണ്ണിന് പറ്റും. ഉൾക്കണ്ണിന് നല്ലത് കണ്ടിട്ട് ശരികേടുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന സാധനത്തെയാണ് സുദർശന ചക്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് അയാളുടെ ബരാക് ഒബാമ വൃത്തിയേട് ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് സംഗതി അയച്ച് തല കൊണ്ടുവരണം അല്ല, പകരമായുള്ള തോട്ടാണ് അയാളുടെ അപ്പുറത്തെ തല, അതിനെ ഇല്ലാതാക്കുന്നു. ഇതാണ് നമ്മുടെ ഉദ്ദേശം, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കുക, എന്നിട്ട് അവിടെ പോസിറ്റീവ് ലോക നന്മ ഉണ്ടാക്കാവുന്ന രീതിയിൽ അയാൾ പ്രവർത്തിക്കണം. നമ്മൾ വാശി പിടിക്കണം. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 പേര്, അതായത് 8 ദിക്കുകളിലും കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും പല കൺട്രികളിൽ ഇരുന്നിട്ട് മോണിറ്റർ ചെയ്യാവരെ ഒരേ ചിന്തകളിൽ ഒരേ സമയത്ത് ഒരേ കാര്യം പറയുന്നു. ഒരു കാര്യം 22 വാചകം, 11 പേര് 2 വാചകം വീതം പറഞ്ഞിട്ട് 22 കാര്യം. ഇത് എൻ്റെ പ്ലാനാണ്. ഇത് നടക്കണമെന്നൊന്നുമില്ല, നടന്നോളണമെന്നൊന്നുമില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ഞാനുണ്ടാവണമെന്നുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് വൈകല്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിവൃത്തിയില്ല. അതുകൊണ്ട് മരിക്കാൻ എനിക്കത് തടസ്സമൊന്നുമില്ല, എൻ്റെ ഒരു മോഹം മാത്രമാണ്. അത് സൈക്കോകൈനസിസിൻ്റെ ഒക്കെ അടിസ്ഥാന അറ്റൻഷനും ഒബ്സർവേഷനും അത് അറ്റൻഷനോട് കൂടിയുള്ള ഒബ്സർവേഷൻ. നമ്മളിവിടെ ഉണ്ട്, ഇവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെ ഉണ്ടാവും, മൈൻഡ് അവിടെ കൊണ്ടുപോവുക. ഹിമാലയത്തിലെ യതിക്കളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ പേരെഴുതി വെക്കാണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിവ്. അതായത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹിമാലയത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതൊക്കെ. എൻ്റെ പക്ഷം നമുക്ക് എന്തുകൂടാ ചെയ്തുകൂടാ?
അവൻ സാധാരണ മനുഷ്യരാണ്. അതെ. സാധാരണ മനുഷ്യർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ചെയ്യാലോ. അപ്പം ഇങ്ങനെ ഒരു ടെക്നിക്ക് നമ്മൾക്ക് ചെയ്യണം. അതായത് ഇപ്പം സാറ് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാധനങ്ങൾ വേണ്ടി വരില്ല. അയാൾ ആദ്യം അയാളുടെ മനസ്സിൻ്റെ അവസ്ഥ പഠിക്കണം, തലച്ചോറിൻ്റെ അവസ്ഥ പഠിക്കണം. അത് സൈക്കോഅനാലിസിസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അവനവനെ അറിയുക എന്നുള്ള സംഗതിയാണ് വേണ്ടത്. അവനവനെ അറിയുന്ന ആൾക്കാർക്ക്, അത്യാവശ്യം ബോധ്യം വന്ന ആൾക്കാർക്ക് ഒരു പാരഗ്രാഫെങ്കിലും അവനവനെ കുറിച്ച് തെറ്റില്ലാണ്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു അറിവ്, അതായത് ഇങ്ങനെ ഒരു പുതിയ കാര്യം ഉണ്ടെന്നുള്ളത് പുതിയതല്ല, മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമുക്കത് അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും. അതെ, നന്ദി സർ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.